മക്കളെ, ജെറുസലേം 3 മിനിറ്റ് പ്രാർത്ഥന ലൈനിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും, എല്ലാ വിദ്യാർത്ഥികളെയും, എല്ലാ വ്യാപാരികളെയും, എല്ലാ തൊഴിലാളികളെയും ഏറ്റവും സ്നേഹത്തോടെ യേശുവിൻ്റെ കൈകളിലേക്ക് സമർപ്പിക്കുകയാണ്. പ്രോത്സാഹിപ്പിക്കുന്നവരുണ്ടാകാം, തിരുത്തലുകളും വിമർശനങ്ങളും വിവേകത്തോടെ സ്വീകരിക്കുന്നവരുണ്ടാകാം. എല്ലാവർക്കും പറ്റിയ ഒരു സ്പെഷ്യൽ തിരുവചനമാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്. നിയമാവർത്തന പുസ്തകം 11-ാം അധ്യായം 24-ാം വാക്യം. നിങ്ങൾ കാലുകുത്തുന്ന സ്ഥലമെല്ലാം മരുഭൂമി മുതൽ ലെബനോൻ വരെയും മഹാനദിയായ യൂഫ്രട്ടീസ് മുതൽ പശ്ചിമ സമുദ്രം വരെ ഉള്ള പ്രദേശം മുഴുവൻ നിങ്ങളുടേതായിരിക്കും. മകളെ, നീ എവിടെ ഇരുന്ന് പഠിക്കുന്ന വിദ്യാലയമായാലും, നീ എവിടെ ജോലി ചെയ്യുന്ന സ്ഥലമായാലും, നീ എവിടെ അധ്വാനിക്കുന്ന ഇടമായാലും, കർത്താവ് പറയുന്നത് കേട്ടോ, നീ കാല് കുത്തുന്ന സ്ഥലം ഞാൻ അനുഗ്രഹിക്കും. നീ ഉയരരുത്, നീ വളരരുത്, നീ നശിക്കണം എന്ന് ചിന്തിക്കുന്നവരുടെ മുൻപിൽ ദൈവം നിന്നെ വളർത്തുകയും ഉയർത്തുകയും നീ കാല് കുത്തുന്ന ഇടമെല്ലാം അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യും. ഓ, എന്തൊരു മനോജ്ഞമാണല്ലേ! ജീവിതത്തിൽ ഉണ്ടാകുന്ന ചെറുതും വലുതുമായ കുരിശുകളെ ഈശോയെ പോലെ പരാതി കൂടാതെ സ്വീകരിക്കുന്നവർ എവിടെ കാലുകുത്തിയാലും അവരെ അനുഗ്രഹിക്കും. മറ്റുള്ളവരെ കുറ്റപ്പെടുത്തലുകളും കളിയാക്കലിലും കുരിശിലേക്ക് നോക്കി മുന്നോട്ട് നീങ്ങുന്നവര് എവിടെ കാലുകുത്തിയാലും അവരനുഗ്രഹിക്കപ്പെടും. വലിയ സഹനങ്ങളിലും പീഡകളിലും ഞെരുക്കങ്ങളിലും അത്യാഹിതങ്ങളിലും മർദ്ദനങ്ങളിലും കാരാഗ്രഹത്തിലും ലഹലകളിലും അധ്വാനങ്ങളിലും ശുദ്ധതയിലും ജ്ഞാനത്തിലും നീ വളരുമെങ്കിൽ നീ കാലുകുത്തുന്ന ഇടം മുഴുവൻ അനുഗ്രഹിക്കുമെന്ന് വിശുദ്ധനായ പൗലോസ് നമ്മോട് പറയുന്നു. അവ സമ്പൂർണമായ ശുശ്രൂഷകരും സത്കീർത്തിയിലും ദുഷ്കീർത്തിയിലും ബഹുമാനത്തിലും അപമാനത്തിലും അഭിമാനം കൊള്ളുന്നവരാണ് എങ്കിൽ നീ കാലുകുത്തുന്ന സ്ഥലം മുഴുവൻ അനുഗ്രഹിക്കപ്പെടും. മകളെ, ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാ നിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈ ശുശ്രൂഷ ഷെയർ ചെയ്യാൻ ഒരുങ്ങി നിൽക്കുന്ന എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.